എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു മികച്ച തൊഴിലവസരത്തെക്കുറിച്ചാണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചസിന്റെ കീഴിലുള്ള ഫോറസ്റ്റ് വകുപ്പിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ്, പ്രത്യേകിച്ച് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക്. വീഡിയോയുടെ വിശദവിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. ഇനി വീഡിയോയുടെ വിശദവിവരത്തിലോട്ട് കടക്കാം. ഈ റിക്രൂട്ട്മെന്റിൽ മൊത്തം 64 ഒഴിവുകളാണ് അറിയിച്ചിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിലായി ഒഴിവുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ജനറൽ 49 ഒഴിവുകളും, SCക്ക് 4 ഒഴിവുകൾ, STക്ക് 2 ഒഴിവുകൾ, OBCക്ക് 7 ഒഴിവുകൾ, EWSന് 2 ഒഴിവുകൾ. ഇതൊരു സ്ഥിര സർക്കാർ ജോലിയാണ്, പെർമനന്റ് ജോബാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാല കരിയർ ലക്ഷ്യമിടുന്നവർക്ക് ഇതൊരു വളരെ അനുയോജ്യമായ ജോലിയാണ്. ഇനി പോസ്റ്റ് വിശദാംശങ്ങൾ നോക്കാം. പോസ്റ്റ് കോഡ് വരുന്നത് NR 12526 ആണ്. പോസ്റ്റിന്റെ പേര് MTS ആണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. ഇനി തസ്തികകൾ നോക്കാം. അസിസ്റ്റന്റ് കീപ്പർ, അറ്റൻഡർ തുടങ്ങിയവയാണ്. ഇതിൽ അപ്ലൈ ചെയ്യേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സാണ്. 10ാം ക്ലാസ് പാസ്സായ ആർക്കും ഈ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ശമ്പളം നോക്കാം. അടിസ്ഥാന ശമ്പളം 18,000 മുതൽ 56,900 വരെയാണ്. കൂടാതെ DAHRA പോലുള്ള വിവിധ അലവൻസുകളും ലഭിക്കും. ഇനി പ്രായപരിധി നോക്കാം. ജനറൽ വിഭാഗത്തിന് 18 മുതൽ 25 വയസ്സ് വരെയും, OBC വിഭാഗം 18 മുതൽ 28 വയസ്സ് വരെയും, SC/ST വിഭാഗം 18 മുതൽ 30 വയസ്സാണ്. സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് പ്രായത്തിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്. ഇനി അപേക്ഷ വിശദാംശങ്ങൾ നോക്കാം. അപേക്ഷ ആരംഭിച്ചത് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് 2026 മെയ് 5-ാം തീയതിയാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് മാത്രമാണ്. ഇനി അപേക്ഷ ഫീസ് നോക്കാം. ജനറൽ അല്ലെങ്കിൽ OBC വിഭാഗത്തിന് 100 രൂപയും, SC/ST, വിമൺ, PWD വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല. ഇനി പരീക്ഷാ കേന്ദ്രങ്ങൾ നോക്കാം. കേരളത്തിലെ നിരവധി ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിച്ചിരിക്കുന്നു. കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശൂർ, ആലപ്പുഴ, മലപ്പുറം, കവരാട്ടി എന്നീ സ്ഥലങ്ങളാണ്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഈ റിക്രൂട്ട്മെന്റ് ഒരു വലിയ അവസരമാണ്. പ്രത്യേകിച്ച് കുറഞ്ഞ യോഗ്യതയുള്ളവർക്കും സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്ഥിര ജോലി, നല്ല ശമ്പളം കൂടാതെ വിവിധ ആനുകൂല്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അവസാന തീയതിക്ക് മുമ്പ് നിർബന്ധമായും ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ, അപ്ലിക്കേഷൻ ലിങ്ക് എന്നിവ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്താം. ഇനിയും ഇതുപോലുള്ള സെൻട്രൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കാൻ. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.